ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തന്നെ അത് ചെയ്യും എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. യെഹെസ്കേൽ 36 അധ്യായം 36 വാക്യം. ഇടിഞ്ഞുകിടന്നിരുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിതു, ശൂന്യപ്രദേശത്ത് നടുതല വെച്ചുണ്ടാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്നറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. പ്രവാചകനായ യെഹെസ്കേൽ വഴി ബാബിലോണിയൻ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തിന് കർത്താവ് നിരവധി വാഗ്ദാനങ്ങൾ നൽകി. അവൻ അവർക്ക് ഉറപ്പ് നൽകി, ഞാൻ നിങ്ങളെ വീണ്ടും ഉയർപ്പിക്കും, നശിപ്പിക്കപ്പെട്ടവ ഞാൻ പുനഃസ്ഥാപിപ്പിക്കും, ശൂന്യമായ ദേശത്തെ ഞാൻ വീണ്ടും ഫലഭൂഷ്ടമാക്കും എന്ന്. എന്നാൽ അടിമത്തത്തിൽ തകർന്നവരും പ്രതീക്ഷയില്ലാത്തവരുമായ ഇസ്രായേൽ ജനം അങ്ങനെ ഒരു കാര്യം എപ്പോഴെങ്കിലും സംഭവിക്കുമോ എന്ന് സംശയിച്ചു. അതിനാൽ കർത്താവ് ഉറച്ചു പ്രഖ്യാപിച്ചു, ഞാൻ കർത്താവ് അത് പറഞ്ഞിരിക്കുന്നു, ഞാനത് ചെയ്യും എന്ന്. നമ്മുടെ ദൈവം വാഗ്ദാനങ്ങളുടെ ദൈവമാണ്. ബൈബിളിലുടനീളം ആയിരക്കണക്കിന് ദിവ്യ വാഗ്ദാനങ്ങളുണ്ട്. ഓരോ തലമുറയിലും കർത്താവ് തന്റെ വചനം നിറവേറ്റുകയും തന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ദൈവമക്കൾ ചെയ്യേണ്ടത് ആ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കുക എന്നതാണ്. കർത്താവ് നിങ്ങൾക്കൊരു വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടെ അതിൽ ഉറച്ചു നിൽക്കുക. എത്ര പരീക്ഷണങ്ങളോ കഷ്ടപ്പാടുകളോ നിങ്ങളുടെ വഴിയിൽ വന്നാലും ആ വാഗ്ദാനം ഒരിക്കലും ഉപേക്ഷിക്കരുത്, അത് ഒരിക്കലും മറക്കരുത്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും വിശുദ്ധന്മാരുടെ ജീവിതത്തെക്കുറിച്ച് നാം വായിക്കുമ്പോൾ അവർ എപ്പോഴും ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതായി നാം കാണാം. അവർ അപേക്ഷിച്ചു, കർത്താവേ, നീ ഇത് പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ അത് നിറവേറ്റുക എന്ന്. നമ്മുടെ കൃപയുള്ള കർത്താവ് സംസാരിക്കുന്നവൻ മാത്രമല്ല, അവൻ അരുളി ചെയ്തത് നിറവേറ്റുന്നവനും കൂടിയാണ്. എന്തെന്നാൽ അവൻ സംസാരിച്ചു, അങ്ങനെ സംഭവിച്ചു, അവൻ കൽപ്പിച്ചു, അങ്ങനെ അത് നിലനിന്നു എന്ന് സങ്കീർത്തനം 33 അധ്യായം 9 വാക്യത്തിൽ കാണപ്പെടുന്നു. അവൻ സർവശക്തനും എല്ലാം ചെയ്യാൻ കഴിവുള്ളവനുമാണ്. യോബ് പ്രഖ്യാപിച്ചു, കർത്താവേ, നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശ്യമൊന്നും അസാധ്യമാകുകയില്ലെന്നും ഞാൻ അറിയുന്നു എന്ന്. ഇത് യോബ് 42 അധ്യായം 2 വാക്യത്തിൽ കാണപ്പെടുന്നു. അവന്റെ ഉദ്ദേശങ്ങളും പ്രവൃത്തികളും തടസ്സപ്പെടുന്നില്ലെങ്കിൽ അവന്റെ വാഗ്ദാനങ്ങൾ എങ്ങനെ പരാജയപ്പെടും? തീർച്ചയായും അവൻ അവ നിവർത്തിക്കും. അവൻ കള്ളം പറയുന്ന മനുഷ്യനല്ല, മനസ്സു മാറ്റേണ്ട മനുഷ്യപുത്രനുമല്ല. അവൻ സംസാരിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുമോ? യോസഫിന്റെ ജീവിതം പരിഗണിക്കുക. അവന്റെ ചെറുപ്പം മുതൽ കർത്താവ് അവനെ സ്നേഹിക്കുകയും സ്വപ്നങ്ങളിലൂടെയും ദർശനങ്ങളിലൂടെയും അവനോട് സംസാരിക്കുകയും ചെയ്തു. വർഷങ്ങൾ കടന്നുപോയി. ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാകുന്നത് തികച്ചും അസാധ്യമാണെന്ന സാഹചര്യങ്ങൾ തോന്നി. എന്നിരുന്നാലും തന്റെ നിശ്ചിത സമയത്ത് കർത്താവ് പറഞ്ഞതെല്ലാം നിറവേറ്റി. യോസഫിന്റെ സഹോദരന്മാർ അവന്റെ മുൻപിൽ കുമ്പിട്ടു. ദൈവത്തിന്റെ എല്ലാ വാക്കുകളും നിവർത്തിയായി. ദൈവമക്കളെ, ഓർക്കുക, കർത്താവ് അവന്റെ വചനങ്ങളിൽ ഒന്നും നിഷ്ഫലമാക്കാൻ ഇടവരുത്തിയില്ല. ഇത് 1 ശമൂവേൽ 3 അധ്യായം 19 വാക്യത്തിൽ കാണപ്പെടുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിലുള്ള വാക്യം യെശയ്യാവ് 55 അധ്യായം 11 വാക്യം. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ യെഹെസ്കേൽ 11, 12, 13 അധ്യായങ്ങൾ. വൈകുന്നേരം യാക്കോബ് 1 അധ്യായം. ആമേൻ.